ശരി, ഡോക്ടർ ബി ജയരാജ്, ഈ രണ്ട് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് തന്നെ വിസ്മയ തുടക്കം എന്ന ഒരു ഇമേജിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ യുവത്വത്തെ കയ്യിലെടുക്കുവാനും മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പൂക്കി മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഇമേജും അദ്ദേഹം യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ്. കാരണം വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് പാലിക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. മഞ്ജുഷ, എനിക്ക് ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ പാനലിസ്റ്റായിട്ടുള്ള ശ്രീ സേനാപതി വേണുവിനോട് ഭയങ്കരമായ ആഹ്ലാദം പങ്കുവെക്കാനാണ്. അദ്ദേഹം MLA ആയി സെലക്ട് ചെയ്തതിനകത്ത് എനിക്കുള്ള ഒരാഹ്ലാദം അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി. അതിനുശേഷം തുടങ്ങാമല്ലോ. ഇപ്പോഴേ ഇതിനകത്ത് ആദ്യമേ ഉണ്ടാക്കുന്ന പ്രതിച്ഛായ ബിൽഡിംഗ് എല്ലാവരും ചെയ്യാറുണ്ട്. പ്രതിച്ഛായേക്കാൾ ഉപരി നമ്മളിപ്പം അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു പൊളിറ്റിക്കലി ഒരു വിജയം അല്ല ഇത്. ഒരു പീപ്പിൾസ് മാൻഡേറ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ വിജയം രാഷ്ട്രീയ വിജയവും തമ്മിൽ രണ്ടായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. പീപ്പിൾസ് മാൻഡേറ്റ് എതിരായിരുന്നു, അത് എല്ലാ സർക്കാരിനും എതിരായിട്ടുണ്ടാകും. കഴിഞ്ഞ 10 വർഷം ഞങ്ങളാണ് ഭരിച്ചത്. അതിനുശേഷം പീപ്പിൾ മാൻഡേറ്റ് എതിരായപ്പോഴത്തേക്കും നമ്മൾ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ തുടരും. അപ്പോൾ ഇതിനകത്ത് ഈ ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തത് പൊളിറ്റിക്കലാണ്, രണ്ടാമത്തത് എക്കണോമിക്കലാണ്, മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവാണ്. ഈ 3 ചാലഞ്ചസിനെ ഇയാളെങ്ങനെ, അതായത് പുതിയ മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചിരിക്കും ഇനി ഇതിൻ്റെ പോക്ക്. ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോഴേ നമ്മൾ വി കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ ആൻഡ് സേ ദാറ്റ് ദിസ് ഈസ് ഗുഡ് ഓർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജറി ആദ്യമേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം. അങ്ങനെ ഒരു ഇമേജറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ഇതിനകത്ത് കുടുങ്ങിപ്പോവും, കാര്യങ്ങളൊന്നും നടക്കാതെ വരും. എന്തായാലും ആദ്യമേ ചെയ്ത ഒരു കാര്യം അംഗീകരിക്കാവുന്നത്, ഈ 3000 രൂപ ആശാ വർക്കർമാർക്ക് 21,000 പറഞ്ഞിരുന്നെങ്കിലും 3000 എങ്കിലും കൊടുക്കാൻ ആദ്യത്തെ പ്രസ്താവന തന്നെ അതിനുണ്ടായത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ മെഡിക്കൽ കോളേജിൽ മരിച്ചുപോയ ഒരു ചവറയിൽ നിന്ന് മരിച്ചിട്ട് പോയ ഒരു വേണു എന്ന് പറയുന്ന അദ്ദേഹത്തിന് കുടുംബത്തിന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാൻ, അതൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കേരളയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അടുത്ത ഒരു 50 വർഷത്തിന് ശേഷം കേരളം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത 50 വർഷത്തിനുള്ളിൽ കേരളം എങ്ങനെ യാത്ര ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്ന, നമ്മൾ ഈ ഹൈസ്പീഡ് റെയിൽവേയെക്കുറിച്ച് പറയുന്നു, ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് പറയുന്നു, മറ്റ് പല സ്പീഡ് വേകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ കേരളത്തിന് അത്തരം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള പാതകളുണ്ട്. അപ്പോൾ കേരളത്തിന് അത് വേണ്ടേ? കേരളത്തിന് ഇങ്ങനെ തന്നെ പോയാൽ മതി? ഇത് എന്താണ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക്, കേരളത്തിൽ നിക്ഷേപം നടത്താൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ്? ഇത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് പോലെ ഇത് റിയൽ എസ്റ്റേറ്റ് ലോബികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ബാംഗ്ലൂരുള്ളതും ആന്ധ്രാപ്രദേശിലുള്ള റിയൽ എസ്റ്റേറ്റ് ലോബികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതിനെതിരെ നിൽക്കുന്നതെന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ട് പ്രോഗ്രാമിനെ അവസാനിപ്പിക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. ആ സമയം ആർജവത്തോടുകൂടി അതിനെ മുന്നിൽ നിന്ന് നടപ്പിലാക്കി കാണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്തിട്ടുള്ള ആരായിരുന്നു? കാര്യം എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ തവണ ഇറങ്ങിപ്പോയ പിണറായി വിജയൻ നടത്തി കാണിച്ചത് എന്താണെന്ന് ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ 4 വരി പാത എന്നുള്ളത് 6 വരി പാത എന്നുള്ളത് അതിൻ്റെ സ്ഥലമേറ്റെടുക്കൽ നന്നായിട്ട് നടപ്പിലാക്കി, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കി, തീരദേശ ഹൈവേ ശരിയാക്കി, ചെല്ലാനം കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ്റാണ്. പിന്നെ കിഫ്ബി വഴി ഫണ്ട് അലോട്ട് ചെയ്തിട്ട് സമഗ്ര മേഖലകളിൽ, സ്കൂളുകൾ തൊട്ട് ആശുപത്രികൾ തൊട്ട് ഇങ്ങോട്ടുള്ള അത്തരം കാര്യങ്ങളിലൊന്നും ഈ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസിനകത്തൊന്നും ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. എന്നാലും ജനങ്ങൾ എന്തുകൊണ്ട് ഇതിനെതിരായി എന്നുള്ളത് പരിശോധന. അതാണ് പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവിധിയാണ്. അത് പൊതുവെയുള്ള വിലയിരുത്തൽ അങ്ങനെ വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, CPM ആ രീതിയിലുള്ള വിലയിരുത്തലാണ്. ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിലും ആ രീതിയിലുള്ള വിലയിരുത്തൽ വരുന്നു. കീഴ് ഘടകങ്ങളിലേക്ക് വരുമ്പോഴും അത് ആ രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവിധി എന്ന് തന്നെ ഇതിനെ അല്ല, വിജയം വരുമ്പോൾ ഒരാളിലും പരാജയം വരുമ്പോൾ ഒരാളിലും. അതിവിടെ ശ്രീ സേനാപതി വേണു തുടക്കത്തിൽ വ്യക്തമാക്കിയത് ആ കാര്യങ്ങളാണ്. കാരണം ഈ അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ ചില പ്രകടനങ്ങൾ, ഇതൊക്കെയാണ് പരാജയത്തിന് ഒരു കാരണം എന്നേ ഉള്ളൂ കേട്ടോ. മുഖ്യ കാരണം എന്നേ ഉള്ളൂ. മുഴുവനും അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവിധിയായി തന്നെ അത് പാർട്ടി പോലും അങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ്. അതാണല്ലോ പാർട്ടിയുടെ ഈ പറയുന്ന എന്താ എങ്ങനെ തോറ്റു എന്നുള്ള കണക്കെടുപ്പിൽ പറയുന്ന നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞു. ഇതിനകത്ത് ഈ മാധ്യമങ്ങളുടെ തലോടൽ ഏറ്റുവഴങ്ങിയൊന്നുമല്ല CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. EMS-ന് തലോടൽ കിട്ടിയിട്ടില്ല,
VS-നും കിട്ടിയിട്ടില്ല, EK നയനാർക്കും കിട്ടിയിട്ടില്ല. EK നയനാർ തമാശ പറഞ്ഞ് ആളുകളുടെ ഇടയിൽ നടക്കുന്ന ഒരാളായത് കാരണം EK നയനാറിനെ വേറൊരു ഇമേജിൽ ചിത്രീകരിക്കാനായിരുന്നു അന്നത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത്. അവരൊക്കെ മരണത്തിന് ശേഷം വലിയ ആളുകളാവുകയും ഇപ്പോൾ വെയിറ്റ് ചെയ്യുക മഞ്ജുഷ, ഒരു 3 മാസത്തിനകത്ത് വെച്ച് തന്നെ കേരളം മുഴുവനായും പറഞ്ഞു തുടങ്ങും കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഗവൺമെന്റ് ആയിരുന്നു നല്ലതെന്ന്. യു വെയിറ്റ് ആൻഡ് സീ. പല കാര്യങ്ങളും കാണാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞോളൂ ജയരാജ്, പറഞ്ഞോളൂ. അല്ല, ഇതിനകത്ത് നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഇതൊക്കെയാണ്. ഈ ചാലഞ്ചസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഈ പറഞ്ഞതുപോലെ ഒരു സമുദായ സംഘടനകളുടെയും തിണ്ണനിറങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച ആൾ തന്നെ ഈ അരമനകൾ കയറി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്, ജാതിവാൽ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള അക്രോബാറ്റിക്സ്, അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ പ്രീതിപ്പെടുത്തി അത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ജനവിധി. ആൻറ്റി ഇൻകംബൻസി അല്ല ഇതിനെ എഫക്റ്റ് ചെയ്തത്, ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകളാണ്. അതിനകത്ത് ആരൊക്കെ പങ്കുവഹിച്ചു എന്നുള്ളത് എനിക്കും അറിയാം, മഞ്ജുഷിനും അറിയാം, ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും ആക്രമിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ തലോടൽ ഏറ്റുവാങ്ങാത്തവരാണ്, കിട്ടാത്തവരാണ് ഇടത് മുഖ്യമന്ത്രിമാർ, CPM മുഖ്യമന്ത്രിമാർ എന്ന് പറയുമ്പോഴും ഈ പറയുന്ന K കരുണാകരനും AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ മാധ്യമങ്ങളുടെ തലോടലൊന്നും കിട്ടിയിട്ടില്ല, തല്ലാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.